ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉയർത്തെഴുന്നേൽപ്പിന്റെ 7 നിരകൾ. 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 22-23 വചനങ്ങൾ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഈ തിരുവചനത്തിൽ പൗലോസ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ക്രമത്തെക്കുറിച്ച് എഴുതുന്നതായി നാം കാണുന്നു. ആദ്യഫലം ക്രിസ്തു എന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ നിരയെ കാട്ടും. ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബ്ബത്തിന്റെ പിറ്റേനാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം എന്ന് ലേവ്യ പുസ്തകം 23 അധ്യായം അതിന്റെ 10-11 വചനങ്ങളിൽ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസം എന്നത് ആഴ്ചയുടെ ആദ്യം നാൾ. ആദ്യഫലം എന്നത് കറ്റയെ കാണിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശബ്ബത്ത് നാളിന് ശേഷമുള്ള ആഴ്ചയുടെ 1-ാം ദിവസമാണ്. ഇതിനെയാണ് പൗലോസ് ആദ്യഫലമായ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ നിര, അതിനുശേഷം ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഇവിടെ ക്രിസ്തുവിനുള്ളവർ എന്നത് നാം അവന്റെ മാംസത്തിനും അസ്ഥിക്കും സ്വന്തമായവർ. എഫേസ്യർ 5 അധ്യായം അതിന്റെ 30 പൗലോസ് എഴുതുന്നു, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ, അവന്റെ മാംസത്തിനും അസ്ഥിക്കും ഉതകുന്നവരുമായിരിക്കുന്നു. ആദാമിന്റെ മാംസത്തിനും അസ്ഥിക്കും ഉതകുന്നവരായ നാം ക്രിസ്തുവിന്റെ മാംസത്തിനും അസ്ഥിക്കും ഉതകുന്നവർ എന്ന സ്ഥാനത്തേക്ക് വരുന്നു. ഇയ്യോബ് 14 അധ്യായം അതിന്റെ 22 തന്നെപ്പറ്റി മാത്രം അവന്റെ ദേഹം വേദനപ്പെടുന്നു, തന്നെക്കുറിച്ചത്രേ അവന്റെ ഉള്ളം ദുഃഖിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇത് ആദാമിന്റെ മാംസവും അസ്ഥിയും. എന്നാൽ ക്രിസ്തുവിന്റെ മാംസത്തിനും അസ്ഥിക്കും ഉതകുന്ന സ്ഥാനത്ത് നമുക്ക് വേദനയില്ല. എല്ലാറ്റിനെയും സഹിക്കാനും ജയിക്കാനും കഴിയുന്ന ഒരു സ്ഥാനത്താണ് നാം ഇരിക്കുന്നത്. ആദ്യഫലമായ കതിർക്കറ്റ 7-ാമത്തെ ശബ്ബത്തിന്റെ പിറ്റേ നാൾ വരെ 50-ാം ദിവസം അത് 2 അപ്പങ്ങളായി ഉണ്ടാക്കി കൊണ്ടുവരണം. ഇത് യഹോവയ്ക്ക് ആദ്യ വിളവായി കൊണ്ടുവരുന്നു എന്ന് ലേവ്യ പുസ്തകം 23 അധ്യായം അതിന്റെ 15 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആട്ടുന്ന കതിർക്കറ്റ കൊണ്ടുവരുന്ന ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസം മുതൽ എണ്ണിത്തുടങ്ങി 7 ആഴ്ചകൾ പൂർത്തിയായതിനു ശേഷം 7-ാമത്തെ ശബ്ബത്തിന്റെ പിറ്റേനാൾ വരെ 50-ാം ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ച് ചുട്ടതുമായിരിക്കണം. അത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പത്തോടുകൂടെ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 ചെമ്മരിയാട്ടിൻ കുട്ടിയെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടിനെയും അർപ്പിക്കണം. അവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗവും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. 1 കോലാട്ടുകൊറ്റനെ പാപയാഗമായും 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടിൻകുട്ടിയെ സമാധാന യാഗമായും അർപ്പിക്കണം. പുരോഹിതൻ അവയെ ആദ്യ വിളവിന്റെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവ പുരോഹിതനു വേണ്ടി യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കതിർക്കറ്റിയെ മണിയാക്കി ഈ മണികളെ അടിച്ച് നേരിയ മാവാക്കി അതിൽ എണ്ണ ചേർത്ത് അതിനെ കുഴച്ച് അടുപ്പത്ത് വെച്ച് ചുട്ടതോ ചട്ടിയിൽ ചുട്ട ഭോജനയാകുമോ ഉരുളിയിൽ ചുട്ട ഭോജനയാകുമോ ആയിരിക്കണമെന്ന് ലേവ്യ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് ഭോജനബലിയെ കാട്ടുന്നു. അടുപ്പത്ത് വെച്ച് ചുട്ടത് എന്നത് ബേക്കറി, ചട്ടിയിൽ ചുട്ടത് എന്നത് തവ ഫ്രൈ, ഉരുളിയിൽ ചുട്ടത് എന്നത് ഡീപ്പ് ഫ്രൈ. ഇത് കഷ്ടാനുഭവങ്ങളുടെ 3 അനുഭവങ്ങളെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ മാംസത്തിനും അസ്ഥിക്കും ഉതകുന്നവരായി വന്ന് ഈ കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ വേദനയില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം നമുക്ക് ഉള്ളിലുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9 ആനന്ദ തൈലത്തിന് അഭിഷേകം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ അനുഭവമാണ് അവിടുത്തെ വരവിൽ ക്രിസ്തുവിനുള്ളവർ ഉയിർപ്പിക്കപ്പെടും എന്ന രഹസ്യ വരവിനെ കാണിക്കുന്നത്. ഇത് 2-ാമത്തെ നിരയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ഇതിനുശേഷമുള്ള 3-ാമത്തെ നിരയാണ് മത്തായി എഴുതിയ സുവിശേഷം 29-ാം അധ്യായം അതിന്റെ 29, 30, 31 വചനങ്ങളിൽ പറയുന്ന പുനരുത്ഥാനം. അത് ഉപദ്രവകാലത്തിന്റെ മധ്യത്തിൽ സകല ഗോത്രക്കാരും കണ്ട് വിലപിക്കും. അവരെ കുത്തിയവർ കാണുമെന്ന സ്ഥാനത്തിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ട് രക്തസാക്ഷിയായി മരിച്ചവരെ അവർ ജീവനോടെ ഉയിർപ്പിക്കുന്നു. ഇത് 3-ാമത്തെ നിര.
നാലാമത്തെ നിരയിൽ ഹാനോക്കും ഏലിയാവും. ആറാമത്തെ ദൂതൻ കാഹളമൂതുമ്പോഴും 6-ാം കലശം ഒഴിക്കുമ്പോഴും ഇവിടേക്ക് കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ട് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി എന്ന് വെളിപ്പാട് 11:11-12 വചനങ്ങളിൽ നമുക്ക് കാണാം. 5-ാമത്തെ നിര എന്നത് വെളിപ്പാട് 11:15 പ്രകാരം 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ 24 മൂപ്പന്മാരും 4 ജീവികൾ എന്ന നിദ്രയടഞ്ഞ പഴയ നിയമ വിശുദ്ധന്മാരെ ജീവനോടെ എഴുന്നേൽപ്പിക്കുന്നു. ഈ 5 നിരകളും ചേർന്നതിനെയാണ് 1-ാം പുനരുത്ഥാനം എന്ന് വെളിപ്പാട് 20:6 എഴുതപ്പെട്ടിട്ടുള്ളത്. അവർ 1000 ആണ്ട് വാഴ്ചയിൽ പങ്കാളികളായി കാണപ്പെടുന്നു. 1000 ആണ്ട് ഭരണത്തിന് ശേഷം 6-ാമത്തെ നിരയിൽ നീതിമാന്മാർ ഉയർത്തെഴുന്നേറ്റ് പുതിയ ഭൂമിയെ അവകാശമാക്കുന്നു. 7-ാമത്തെ നിരയിൽ പാപികൾ ഉയർത്തെഴുന്നേറ്റ് ശിക്ഷാവിധി പ്രാപിക്കുന്നു. ഇതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ആയതിനാൽ ഓരോരുത്തരും താന്റെ നിരയിൽ ഉയർപ്പിക്കപ്പെടും എന്ന സ്ഥലത്തിൽ ക്രിസ്തു 1-ാമത്തെ നിരയും നാം 2-ാമത്തെ നിരയായും ഇരിക്കുന്നു. അവന്റെ മാംസത്തിനും അസ്ഥിക്കും ഉചിതമായ സ്ഥാനത്ത് നമുക്ക് വെളിപ്പെടാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.